സാധാരണ പൊടി ഉപ്പ് ഉപയോഗിക്കാറില്ല. അതായത് പീടേന്ന് വാങ്ങുന്ന അയഡിൻ ചേർത്ത ഉപ്പ് ഞാൻ ഉപയോഗിക്കാറില്ല. എന്തുകൊണ്ട്? അതിൻ്റെ കണ്ടന്റിൽ എനിക്ക് വിശ്വാസ്യതയില്ല എന്ന കാരണത്താൽ. സാധാരണയായി ഉപയോഗിക്കാറുള്ളത് റോക്ക് സാൾട്ട്. കേരളത്തിൽ വാങ്ങാൻ കിട്ടും, പക്ഷെ കുറച്ച് പൈസ കൂടുതൽ കൊടുക്കണം. റോക്ക് സാൾട്ട് ആണ് പുണ്യ റസൂൽ പറയുന്ന ഉപ്പ്. റസൂൽ ഉപയോഗിച്ച ഉപ്പും അതാണ്. ലോകത്തെ ഏറ്റവും അറിയപ്പെട്ട ഉപ്പും അതാണ്. ഏത്? റോക്ക് സാൾട്ട്. അതായത് മധ്യേഷ്യയിലെ പേർഷ്യയുടെ ചില ഭാഗങ്ങളിലൊക്കെ ഉപ്പിന്റെ പർവ്വതം അത് പൊട്ടിച്ചു കൊണ്ടുവരിക, അതാണ് 1-ാം നമ്പർ ഉപ്പ്. ഈ റോക്ക് സാൾട്ട് ആണ് പുണ്യ റസൂൽ ഉപയോഗിച്ചത്. തടയാൻ പാടില്ല എന്ന് പുണ്യ റസൂൽ പറഞ്ഞത് ഈ ഉപ്പാണ്. സലാസത്തുൻ ലാ തഹില്ലു മൻഉഹാ. 3 സാധനങ്ങളുണ്ട്, അത് വിരോധിക്കാൻ പാടില്ല. ഇല്ലാന്ന് പറയരുത്, കൊടുക്കാതിരിക്കരുത്. 1 അൽമാഉ വൽ മിൽഹു വന്നാറു. പുണ്യ റസൂൽ. അപ്പോൾ ഫഖാലത്ത് ആയിഷ അൽമാഉ വന്നാർ ഫമൽ മിൽഹു യാ റസൂലല്ലാഹ്. വെള്ളത്തെ എനിക്ക് മനസ്സിലാവും, തീയിന്റെ പ്രാധാന്യം എനിക്ക്. ഫമൽ മിൽഹു, ഉപ്പിനെന്താ ഇത്ര പ്രാധാന്യം? അപ്പോൾ ഹബീബായ നബി പറഞ്ഞു ഷൈഉൻ ത്വയ്യബ ത്വആമ യാ ആയിഷ. ആയിഷ, ഭക്ഷണത്തെ ഉപയോഗജന്യമാക്കിയത്, അതിനെ രസദായകമാക്കിയത് ഉപ്പല്ലേ ആയിഷ എന്ന് പുണ്യ റസൂൽ. ആ ഉപ്പ് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഉപ്പല്ല, റോക്ക് സാൾട്ട് ആണ്. കേരളത്തിൽ കിട്ടും, കുറച്ച് പൈസ കൂടുതൽ കൊടുക്കണം. അതിലെന്തുണ്ട്? ഔഷധവുമുണ്ട്. രാവിലെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നാവിൽ വെക്കേണ്ട, ഭക്ഷണത്തിന് മുമ്പ് നാവിൽ വെക്കേണ്ട ഉപ്പ് തന്നെയാണ്. 70ഓളം രോഗങ്ങൾക്ക് ശിഫയാകും അത്. മറന്ന് മഅറൂഫായ രോഗങ്ങൾക്കും മറന്ന് മജ്ഹൂലുണ്ട്, അതായത് അറിയപ്പെടാത്ത രോഗങ്ങൾ, എല്ലാത്തിനുമുള്ള മരുന്നാണ് എന്ത്? ഭക്ഷണം കഴിക്കുന്നതിന്റെ മുമ്പ് നാവിൽ വെക്കും. ഇത് പൊതുവായി പ്രവാചകന്മാർക്കുള്ള രീതിയാണ്. ഇലയിട്ടിട്ട് ആദ്യം കൊണ്ടുവന്ന് വെച്ചത് ഉപ്പാണ്. എന്താ കാരണം? ഹൈന്ദവ സഹോദരങ്ങളിലെ തറവാട്ടുകാർ ഇന്നും ആ രീതി തുടർന്നു പോകുന്നുണ്ട്. ഇത് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയാണ്. ഭക്ഷണത്തിന് തൊട്ടുമുമ്പ് എന്ത് ചെയ്യുക? ഉപ്പ് കഴിക്കുക. അപ്പോൾ ഇത് കേവലം ഈ ശരീഅത്തിൽ മാത്രമുള്ളതാവൂല. ഒരു 4000 കൊല്ലത്തിന്റെ ചരിത്രമെങ്കിലും ഹൈന്ദവതക്കുണ്ട്. അതിൽപ്പെട്ടതാണിത്. ഒരു സാധനം ഉപയോഗിക്കുമ്പോൾ അതിന്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കി ഉപയോഗിക്കണം. ഏതായാലും അജിനമോട്ടോ ഭക്ഷണത്തിലിടുന്ന കുക്കുകൾ ശ്രദ്ധിക്കുക, അള്ളാന്റെ കോടതി കുടുങ്ങും.